പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രം തന്റെ പ്രിയപ്പെട്ട വേദയെയും അനിയൻകുട്ടനെയും തനിച്ചാക്കി സന്തോഷും ശ്രീലക്ഷ്മിയും ഒന്നാൻ വേണ്ടി നാട്ടിലേക്ക് തിരികെ എത്തുകയാണ്. തന്റെ അച്ഛന്റെ തടവിൽ നിന്നും ശ്രീലക്ഷ്മിയെ രക്ഷിച്ച് സന്തോഷിന് തിരിച്ചു നൽകുക എന്ന ദൗത്യമാണ് വിക്രമിന്റെ മുന്നിലുള്ളത്. അത്ര താല്പര്യമില്ലെങ്കിലും നീത ഇതിന് സമ്മതം മൂളുന്നുണ്ട്. വിക്രം പോയ നേരം വേദയ്ക്ക് വല്ലാത്തൊരു ഉൾഭയം തോന്നുന്നുണ്ട്. മനസ്സൊക്കെ പതറിയിരിക്കുന്ന വേദയെ ഗീവർഗീസേട്ടനും മൈക്കിൾ അച്ഛനും മേരി ചേച്ചിയും ഒക്കെ ചേർന്ന് ആശ്വസിപ്പിക്കും. യാത്രക്കിടയിൽ വിക്രമിന്റെ ഉള്ളിലും സങ്കടം ഇരുമ്പുകയാണ്. വേദയെയും അനിയൻകുട്ടനെയും അവിടെ ഒറ്റക്കാക്കി വന്നതിന്റെ ആദി അവനെ വല്ലാതെ അലട്ടുന്നുണ്ട്. നാട്ടിലാണെങ്കിൽ സജിൻ എല്ലാം മുൻകൂട്ടി ഏർപ്പാടാക്കിയിരുന്നു. ഒരു ചരക്ക് വണ്ടിയിൽ ഒളിഞ്ഞിരുന്നു കൊണ്ടാണ് വിക്രം വരുന്നത്. പുലർച്ചെ 4 മണിക്ക് സജിനും രാജേട്ടനും ജോസഫും ആരും കാണാതെ വന്ന് വിക്രമിനെ സ്വീകരിച്ചു. സ്നേഹത്തോടെ അവനെ കെട്ടിപ്പിടിച്ചു. എല്ലാവരും വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അനിയൻകുട്ടനും വേദയും സുഖമായിരിക്കുന്നു എന്ന് അവൻ മറുപടി നൽകി. എത്ര നാളായെന്ന് കരുതിയിട്ട് അച്ഛനെയും അമ്മയും ഒന്ന് കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞ് വിക്രം വിതുമ്പുമ്പോൾ സജിൻ അവനെ വിലക്കി. വിക്രം നാട്ടിലുണ്ടെന്ന് അറിഞ്ഞാൽ ശത്രുക്കൾ അവനെ വെറുതെ വിടില്ല. വേദയുടെ ഏട്ടൻ അവനെ തപ്പി നടക്കുന്നുണ്ട് എന്നും അവരുടെ വലങ്കയായ ഇൻസ്പെക്ടർ ഏത് നിമിഷവും വിക്രമിനെ കുടുക്കാൻ നോക്കുമെന്നൊക്കെ പറഞ്ഞു. ആരും അറിയില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞ് സജിൻ്റെ ഫോണിൽ നിന്നും വിക്രം സുധാകര മാഷിനെ വിളിച്ചു. ഉറക്കത്തിനിടയിൽ ബെല്ലടി ശബ്ദം കേട്ടുകൊണ്ട് കമലമ്മ എഴുന്നേറ്റു. മാഷേ ഒന്ന് എഴുന്നേറ്റേ, ആരോ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവർ മാഷിനെ വിളിച്ചു നിർത്തി. അപരിചിതമായ ആ നമ്പറിൽ നിന്നും ഹലോ എന്ന് കേട്ടതോടുകൂടി തന്നെ വിക്രമിൻ്റെ ശബ്ദമാണെന്ന് മാഷ് തിരിച്ചറിഞ്ഞു. മാഷിന് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. ഉടനെ ഫോണ് തട്ടിപ്പറിച്ച് കമലമ്മ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, മോനെ നിന്നെ കാണാൻ എനിക്ക് കൊതിയാവുന്നടാ, നീ എവിടെയാടാ ഉള്ളത്? ഞാൻ സുരക്ഷിതമായി ഒരിടത്തുണ്ടമ്മേ. എൻ്റെ കൂടെ വേദയും അനിയൻകുട്ടനുമുണ്ട്. ഒരു കാര്യത്തിനായി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് വരും. അമ്മ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ വന്ന് വാതിൽ തുറന്നു തരണമെന്നും വിക്രം പറഞ്ഞു. മാഷിൻ്റെ ഉള്ളിൽ ഒരേ സമയം പേടിയും സന്തോഷവും അലതല്ലി. കുറച്ചു കഴിഞ്ഞപ്പോൾ സജിൻ്റെ കാറിൽ വിക്രം അങ്ങോട്ടേക്ക് എത്തി. മതിൽ ചാടി വന്ന് ഡോറിൽ തട്ടിയപ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വിക്രമിനെ കണ്ട് കമലമ്മയും മാഷും അവനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മകൾ നൽകി. നീ എവിടെയായിരുന്നടാ ഇത്രയും നാളും? നിന്നെ കാണാതെ ഞങ്ങൾ എത്രമാത്രം വിഷമിച്ചു എന്നൊക്കെ മാഷ് ചോദിച്ചപ്പോൾ ഞാൻ ഇടുക്കിയിൽ സുരക്ഷിതനാണ് എന്നും ഒരു ദിവസത്തിനുള്ളിൽ മടങ്ങുമെന്നുമൊക്കെ വിക്രം മറുപടി നൽകി. കേസാന്വേഷണം ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നും അനിയൻകുട്ടനെ പഴയതുപോലെ ബോധം തിരിച്ചു കിട്ടിയിട്ടില്ല എന്നും അവൻ സങ്കടത്തോടെ പറഞ്ഞു. അനിയൻകുട്ടൻ തന്നെ പറയണം കൊലയാളി ആരാണ് എന്ന്. അത് കേട്ടിട്ട് ഞങ്ങൾ ഇനി മടങ്ങൂ എന്ന് പറഞ്ഞ് വിക്രം അവിടെ നിന്നും യാത്ര തിരിച്ചു. ഇതേ സമയം നാട്ടിൽ ജോബി വലിയ പ്ലാനുകളൊക്കെ തയ്യാറാക്കാണ്. വിക്രമും വേദയും എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് അവൻ പോലീസിനെ കൂട്ടുപിടിക്കുന്നുണ്ട്. വിക്രം അവിടെ ഇല്ല എന്ന് ഉറപ്പായപ്പോൾ ജോബി നേരെ വേദയുടെ അടുത്തേക്ക് എത്തി. എടി സത്യം പറയടി, നിന്റെ കെട്ടിയോ നിന്നെ കളഞ്ഞിട്ട് എങ്ങോട്ടേക്കാ പോയത് എന്ന് അവൻ അലറിക്കൊണ്ട് ചോദിച്ചു. വേദയ്ക്ക് ദേഷ്യം സഹിക്കാനായില്ല. നിന്നെ ചോദിക്കാൻ ഇവിടെ ആരുമില്ല എന്നും പോലീസ് നിന്റെ കൂടെയുണ്ടെന്നൊക്കെ പറഞ്ഞ് ജോബി വേദയുടെ കയ്യിൽ ബലമായി തന്നെ പിടിച്ചു. വേദ വേദന കൊണ്ട് പൊളഞ്ഞുവെങ്കിലും നിന്നേക്കാൾ വലിയന്മാരെയൊക്കെ ഈ വേദ കണ്ടവളായെന്നൊക്കെ പറഞ്ഞ് ഇനി എൻ്റെ മേലിൽ വിരൽ ചൂണ്ടരുതെന്നൊക്കെ പറഞ്ഞ് അവൾ തറപ്പിച്ചു പറഞ്ഞു. പക്ഷേ ജോബ് വിടാൻ ഭാവമില്ലായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് സന്തോഷ് വരുന്നത്. താൻ പഴയ മാനേജർ ആയിരിക്കാം, പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാണ് എന്നും ഇനി ആ കുട്ടിയുടെ ദേഹത്ത് തൊട്ടാൽ ഈ നാട്ടിൽ നിന്നും നിന്നെ ഞാൻ ഓടിക്കുമെന്നൊക്കെ സന്തോഷ് അവന് താക്കീത് നൽകി. ജോബി പോയെങ്കിലും സന്തോഷിന് വലിയ ഉത്കണ്ഠ തോന്നി. ജോബി അപകടകാരിയാണെന്നും വേദ അവിടെ ഒറ്റയ്ക്ക് സുരക്ഷിതമല്ല എന്നും അവന് തോന്നി. വിക്രം അപ്പോൾ ശ്രീലക്ഷ്മിയെ രക്ഷിക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. സന്തോഷിനെയും ശ്രീലക്ഷ്മിയെയും ഒന്നാക്കി മടങ്ങണമെന്ന തൻ്റെ ആഗ്രഹം അവൻ കൂട്ടുകാരോട് പറഞ്ഞു. അവർ പൂർണ്ണ പിന്തുണ നൽകി. രാത്രിയിൽ മതിൽ ചാടിക്കിടന്ന് ശ്രീലക്ഷ്മിയുടെ ജനലിൽ വിക്രം തട്ടി. പേടിച്ചു പോയ ശ്രീലക്ഷ്മി ഉറക്കെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാനല്ല, സന്തോഷ് പറഞ്ഞിട്ട് വന്നതാണെന്ന് അവൻ പറഞ്ഞു. അച്ഛൻ മുറിയിൽ വന്ന് ചോദിച്ചപ്പോൾ വെറുതെ ഞാനൊരു സ്വപ്നം കണ്ട് പേടിച്ചാണെന്നൊക്കെ പറഞ്ഞ് അവൾ അവരെ ഒഴിവാക്കി. വിക്രം അവൾക്ക് സന്തോഷിൻ്റെയും വേദനയും കൂടെയുള്ള ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തു. അത് കണ്ടപ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു. എനിക്ക് വരണം, എനിക്കെൻ്റെ സന്തോഷിനെ കാണണമെന്നൊക്കെ അവൾ പറഞ്ഞു. നാളെ ഇതേ സമയത്തിന് തയ്യാറായി നിൽക്കാൻ വിക്രം അവളോട് പറഞ്ഞു. പിന്നീട് അർദ്ധരാത്രിയിൽ ജോബി വീണ്ടും വേദയുടെ വീട്ടിലേക്കെത്തി വാതിൽ തട്ടി. പേടിച്ച് വിറച്ച വേദ അടുക്കളയിൽ നിന്നും ഒരു കത്തിയുമായിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. വാതിൽ തുറന്നപ്പോൾ ജോബി അകത്തേക്ക് കയറാൻ നോക്കി. കത്തി കാണിച്ചു വിരട്ടിയപ്പോൾ അവൻ പരിഹാസത്തോടെ ചിരിച്ചു. നിന്റെ കയ്യിലെ ഈ കളിപ്പാട്ടം മാറ്റിവെക്കുകയെന്ന് പറഞ്ഞ് അവൻ ആ കത്തി തട്ടിപ്പറിച്ച് വേദയുടെ അടുത്തേക്ക് അങ്ങ് നീങ്ങി. വേദ കരഞ്ഞുകൊണ്ട് അനിയൻകുട്ടനെ വിളിച്ചു. പക്ഷേ അത്ഭുതം പോലെ അനിയൻകുട്ടൻ എഴുന്നേറ്റ് നിന്നിട്ട് ഒരു തടിക്കഷ്ണം എടുത്ത് ജോബിയുടെ തലക്കങ്ങ് ആഞ്ഞടിച്ചു. അമ്മേ എന്ന് നിലവിളിച്ചുകൊണ്ട് തന്നെ ജോബി നിലവിളിച്ചു. അനിയൻകുട്ടന് പഴയ ഓർമ്മ തിരിച്ചു വന്നിരിക്കുന്നു. സന്തോഷം അങ്ങോട്ടേക്ക് എത്തി ജോബിയെ അടിച്ചങ്ങ് പുറത്താക്കി. വിക്രം എവിടെയെന്ന് അനിയൻകുട്ടൻ ചോദിച്ചപ്പോൾ അവൻ നാട്ടിലാണെന്ന് വേദ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ തന്നെ വിക്രം ശ്രീലക്ഷ്മിയുമായി ഇടുക്കിയിലേക്കെത്തി. അനിയൻകുട്ടന് ബോധം വന്നു എന്ന വിവരമറിഞ്ഞ് വിക്രം ഓടിച്ചെന്ന് അനിയൻകുട്ടനെ കെട്ടിപ്പിടിച്ചു.
പുളിക്കനെ കൊന്നത് ആരാണെന്ന് ഞാൻ കണ്ടു വിക്രം. ഞാനത് പറയാമെന്ന് അനിയൻകുട്ടൻ പറഞ്ഞു. എന്നാൽ അതിനു മുൻപ് സന്തോഷിൻ്റെയും ശ്രീലക്ഷ്മിയുടെയും കല്യാണം നടത്തണമെന്ന് വിക്രം തീരുമാനിച്ചിരുന്നു. പള്ളിയിൽ വെച്ച് സന്തോഷ് ശ്രീലക്ഷ്മിയുടെ കഴുത്തിൽ താലി കെട്ടി. മൈക്കിളച്ചൻ അവരെ അനുഗ്രഹിച്ചു. നിങ്ങളുടെ ജീവിതത്തിലെ ശാപം ഇന്നത്തോടെ അവസാനിച്ചു എന്നും ഇനി നല്ലത് മാത്രമേ നിങ്ങൾക്ക് വരൂ എന്നും അദ്ദേഹം പറഞ്ഞു. വിക്രം വേദയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അനിയൻകുട്ടനെയും കൂട്ടി മടങ്ങുമ്പോൾ നീണ്ട നാളത്തെ വേദനകൾക്ക് ശേഷം ആ രണ്ട് ജീവിതങ്ങൾ സന്തോഷത്തിൻ്റെ തീരത്തെത്തുകയായിരുന്നു. അനിയൻകുട്ടൻ്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടിയതോടുകൂടി തന്നെ കഥ ആകെ മാറി മറിഞ്ഞു. സന്തോഷിൻ്റെയും ശ്രീലക്ഷ്മിയുടെയും കല്യാണം കഴിഞ്ഞ് പള്ളിയിൽ നിന്നും ഇറങ്ങുമ്പോൾ വിക്രമിൻ്റെ കണ്ണിൽ പഴയ ആ ഒരു പോരാളിയുടെ തിളക്കമായിരുന്നു. ഇനി ലക്ഷ്യം ഒന്നേയുള്ളൂ, തന്നെയും കുടുംബത്തെയും വേട്ടയാടിയവർക്ക് അർഹിച്ച ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക. മൈക്കിൾ അച്ഛൻ്റെ മുറിയിൽ വെച്ച് അനിയൻകുട്ടൻ ആ രഹസ്യം വെളിപ്പെടുത്തി. അന്ന് പുളിക്കനെ കൊന്നത് വേറാരുമല്ല വിക്രം, അത് ശ്രീകാന്തായിരുന്നു. ഇത് കേട്ട് വേദയും വിക്രവും ഒരുപോലെ ഞെട്ടി. തൻ്റെ സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ട് സ്വന്തം വലങ്കൈ കൊലപ്പെടുത്തിക്കൊണ്ട് തന്നെ വിക്രമിന് മേൽ ആ ഒരു കുറ്റം ചുമത്തുക എന്നായിരുന്നു ശ്രീകാന്തിൻ്റെ ലക്ഷ്യം. ഇത്രയും കാലം താൻ വിശ്വസിച്ച നീതിയും നിയമവും തനിക്കെതിരെ നിന്നത് ആരുടെ കളിയാണെന്ന് വിക്രമിന് ബോധ്യപ്പെട്ടു. വിക്രം ഒട്ടും സമയം കളഞ്ഞില്ല. സജിൻ്റെയും കൂട്ടുകാരുടെയും സഹായത്തോടു കൂടി തന്നെ ഒരു മാസ്റ്റർ പ്ലാന് തയ്യാറാക്കി. ജോബിയെ കൊണ്ട് തന്നെ സത്യങ്ങളൊക്കെ പറയിപ്പിക്കാനായിരുന്നു വിക്രമിൻ്റെ തീരുമാനം. പോലീസിനെ കൂട്ടിപ്പിടിച്ച് വേദയെ വീണ്ടും ഉപദ്രവിക്കാൻ വന്ന ജോബിയെ വിക്രം കൈയോടെ പൊക്കി. വിക്രമിൻ്റെ കൈക്കരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ജോബി സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു. അങ്ങനെ ജോബിയെ അവിടെ നിന്നും ആട്ടിപ്പായിക്കാണ് വിക്രം. ഇതേ സമയത്തിന് ശ്രീകാന്ത് നടത്തിയ ആ ഒരു കൊലപാതകത്തിൻ്റെ തെളിവെല്ലാം തന്നെ റെക്കോർഡിങ്സ് എല്ലാം തന്നെ സഹിതം വിക്രം കമ്മീഷന് മുന്നിലേക്ക് എത്തിച്ചു. അനിയൻകുട്ടൻ എല്ലാം നേരിട്ട് കണ്ടതാണ്. അതോടുകൂടി തന്നെ തെളിവെല്ലാം തന്നെ അവനിൽ നിന്നും ശേഖരിക്കാണ് വിക്രം. ഒടുവിൽ നിയമം വിക്രമിനൊപ്പം തന്നെ നിന്നു. ശ്രീകാന്തിനെയും ചന്ദ്രശേഖരനെയും പോലീസ് വിലങ്ങ് വെച്ച് കൊണ്ടുപോകുമ്പോൾ നാട്ടുകാർ വിക്രമിന് വേണ്ടി കൈയടിച്ചു. പവിത്രം എന്നു പേരുള്ള ആ ഒരു ചെറിയ വീടിൻ്റെ ഉമ്മറത്ത് സന്ധ്യാദീപം തെളിയിച്ച് വേദ നിൽക്കുന്നുണ്ടായിരുന്നു. അനിയൻകുട്ടൻ പഴയതുപോലെ മുറ്റത്തോട് ഓടി നടന്നു. നാട്ടിൽ നിന്നും മടങ്ങിയെത്തിയതിനു ശേഷം വിക്രം പടി കയറി വരുമ്പോൾ വേദയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഇനി നമുക്ക് എങ്ങോട്ടേക്കും പോവേണ്ട വിക്രം, ഈ മണ്ണിൽ ആരുടെയും പേടിയില്ലാതെ നമുക്കിനി സന്തോഷത്തോടെ ജീവിക്കാം. വേദയുടെ വാക്ക് കേട്ട് വിക്രം അവളെ ചേർത്ത് പിടിച്ചു. അസ്തമയ സൂര്യൻ്റെ ചുവപ്പിൽ ആ കുടുംബം ഒരു പുതിയ ജീവിതത്തിലേക്ക് ചുവടുവെച്ചു. നഷ്ടപ്പെട്ട സ്നേഹവും സമാധാനവും അവർക്ക് തിരികെ കിട്ടിയിരിക്കുകയായിരുന്നു. പവിത്രം എന്ന വീട് അതിൻ്റെ അർത്ഥം പോലെ തന്നെ പരിശുദ്ധമായ സന്തോഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.